ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ നിക്ഷേപം തുടങ്ങാത്തതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എന്താണ് ആ പ്രശ്നം എന്നല്ലേ? മിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നമുണ്ട്, അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി. പലരും ഈ അൺസർട്ടനിറ്റി ഭയക്കുന്നു. സർട്ടനിറ്റി, അതായത് നിശ്ചയമായിട്ടൊരു കാര്യം നടക്കും, ആ നിശ്ചിതത്വത്തിനെയാണ് അവരിഷ്ടപ്പെടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ആ ജോലി മാറണം. പക്ഷെ നിങ്ങൾക്ക് വേറൊരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അവിടെ സർട്ടനിറ്റി ഇല്ല. അതായത് അടുത്തൊരു നല്ല ജോലി കിട്ടിയിട്ട് എന്നാലേ നിങ്ങൾക്ക് മാറാൻ പറ്റുള്ളൂ. ജോലി ഒന്നും മുമ്പിൽ കാണാണ്ട് അൺസർട്ടനിറ്റി മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഈ ജോലിയിൽ തുടരാൻ, പക്ഷെ നിങ്ങൾക്ക് അൺസർട്ടനിറ്റിനെ ഭയമുള്ളതുകൊണ്ട് ഈ ജോലി ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്. മുന്നോട്ട് നിങ്ങളൊരു ലൈറ്റ് കാണുന്നില്ല. ഈ ഒരു ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് എന്ത് എന്ന് നിങ്ങൾക്കറിയില്ല. മുന്നോട്ട് എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാറാം. അതായത് സർട്ടേൺ ആയിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, സർട്ടനിറ്റി അവിടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അൺസർട്ടനിറ്റിനെ നിങ്ങൾ ഭയക്കുന്നു. ഇത് തന്നെയാണ് പലരും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എടുക്കുന്നത്. അതായത് ഏത് ഫണ്ടിലിട്ടാലാണ് കൃത്യമായിട്ട് എനിക്ക് റിട്ടേൺസ് കിട്ടുക, ഒരു നെഗറ്റീവ് അവിടെ നടക്കരുത്, എനിക്ക് അവിടെ റിട്ടേൺസ് കിട്ടണം. ഏതാണ് ബെസ്റ്റ്, എവിടെ ഇട്ടാലാണ് പണം വർദ്ധിക്കുക, ഏതാണ് മൾട്ടി ബാഗർ, ഇങ്ങനെ സർട്ടേൺ ആയിട്ട് ഉള്ള ഒരു ഉത്തരം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ നിക്ഷേപിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ അൺസർട്ടനിറ്റിനെ ഭയക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് മറ്റൊരു യൂട്യൂബ് ചാനലിലേക്ക് ഇങ്ങനെ മാറി മാറി വീഡിയോസ് കാണുന്നു, പല വിദഗ്ധരുടെ അഭിപ്രായം കേൾക്കുന്നു, മികച്ചത് എന്തെന്ന് തേടി നിങ്ങൾ പോവാണ്. സർട്ടനിറ്റി എവിടെയാണ് ഉള്ളതെന്ന് തേടി പോവാണ്. ശരിയായ പ്രവചനം, ശരിയായ ഉത്തരങ്ങൾ, ഇതാണ് നിങ്ങൾ തേടുന്നത്. പക്ഷെ സത്യം ഇതാണ്, നമ്മൾക്കൊരിക്കലും അനിശ്ചിതത്വത്തെ, അതായത് അൺസർട്ടനിറ്റി നീക്കം ചെയ്യാൻ പറ്റില്ല. ലൈഫിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നൊരു കാര്യമാണ് അൺസർട്ടനിറ്റി. അതിനെ അങ്ങോട്ട് എംബ്രേസ് ചെയ്യണം. നമ്മളെ ലൈഫിൽ തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളാണോ നടന്നിട്ടുള്ളത്? എപ്പോഴും അൺസർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വ്യക്തികളായിക്കോട്ടെ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ലാഭനഷ്ടങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ വിചാരിച്ച് വന്ന കാര്യങ്ങളാണോ? ഇതൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച കാര്യങ്ങളാണോ? അല്ല, എല്ലാം അൺസർട്ടൻ ആയിട്ട് നടന്ന കാര്യങ്ങളാണ്. സോ ഓൾവേസ് ലവ് ദ അൺസർട്ടനിറ്റി, എംബ്രേസ് ദ അൺസർട്ടനിറ്റി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മൾ ഈ അനിശ്ചിതത്വത്തിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ മാറും. നമ്മൾക്ക് ഈ സ്ട്രെസ്സൊന്നും ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഈ അൺസർട്ടനിറ്റിനോട്, ഈ അനിശ്ചിതത്വത്തിനോട് ഒരു ആരോഗ്യകരമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കണം. നമ്മൾ തിരിച്ചറിയണം, ഇതാണ് ജീവിതം, ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയോ. അപ്പോൾ ഇതിനെ പേടിച്ചിട്ട്, അൺസർട്ടനിറ്റിനെ പേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഇത് എല്ലായിടത്തും നിങ്ങൾക്കിത് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉള്ളൊരു വീട് മാറണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2 BHKയിലാണ് താമസിക്കുന്നത്, നിങ്ങളൊരു വീട് മാറാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു കുറേ വീട് നോക്കും അല്ലേ? അപ്പോൾ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള വീട്ടിലേക്കായിരിക്കും നിങ്ങൾ മാറുക. നല്ല ഇതിനേക്കാളും ചിലപ്പോൾ 3 BHKയിലോട്ടേക്ക് മാറും, ഇതിനേക്കാളും സൗകര്യങ്ങളുണ്ടെന്ന് നോക്കും. അപ്പോൾ അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് കിട്ടി, സർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം നടന്നു, നിങ്ങൾ മാറുകയാണ്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങളിപ്പോൾ നിൽക്കുന്ന വീടിന് തീ പിടിച്ചു, അത് കത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോയി 3 BHK ഉണ്ടോ നോക്കുമോ? ഇല്ല, നിങ്ങൾ ഓടും അല്ലേ? ഓടി കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഇരുട്ടിലായിരിക്കും. ഓടി കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈറ്റ് മുമ്പിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ അവിടുന്ന് ജീവിതം തുടങ്ങും. അതാണ് ലൈഫ്, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റും. ലൈറ്റ് ഇല്ലയെന്ന് വിചാരിച്ച് ജീവിക്കാണ്ടിരിക്കരുത്, ലൈറ്റ് ഇല്ലയെന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. ഓൾവേസ് റിമെമ്പർ ദിസ്. പല ആൾക്കാരും മാർക്കറ്റ് ഇന്ന് മുകളിലോട്ടേക്ക് പോവോ, ഇന്ന് താഴോട്ടേക്ക് പോവോ, മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് കയറി, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, മാർക്കറ്റ് കുറച്ച് താഴോട്ട് ഇറങ്ങട്ടെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റിനെ പ്രവചിക്കാനിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ സർട്ടനിറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ അൺസർട്ടനിറ്റി ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് മുമ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതാ പറഞ്ഞത്, നമ്മുടെ ലൈഫിലും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ജനുവരി 2020 മാർക്കറ്റിലുള്ളത്, ഒരു പാൻഡമിക് വരുന്നു, മാർക്കറ്റ് 38% ഇടിയുന്നു. അപ്പോൾ ആ ഇടിയുന്നതിന് മുന്നേ ഒരാൾ പറയാണ് ഇപ്പോൾ വിറ്റോ, മാർക്കറ്റ് ഇടിയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റിൽ വിൽക്കുന്നു. അപ്പോൾ വിറ്റ് കഴിഞ്ഞ് മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങളിങ്ങനെ സന്തോഷിക്കണം, ആഹാ കൊള്ളാം, അടിപൊളി. അപ്പോൾ അത് നിങ്ങളുടെ ശരിയായിരുന്നു, ആ സമയത്ത് വിൽക്കുമ്പോൾ അത് ശരിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത ശരി എന്തായി? തെറ്റായി. അപ്പോൾ നിങ്ങളിവിടെ ദുഃഖിക്കും, അയ്യോ ഞാൻ വിറ്റ് കളഞ്ഞല്ലോ, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നല്ലോ അല്ലേ? ചിലപ്പോൾ ഈ പ്രവചനങ്ങളുടെ പുറകെ പോവാണ്ടിരിക്കുന്നതാണ്
നല്ലത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പലരുടെയും ട്വീറ്റ് കണ്ടാണ് പല ഡിസിഷൻസ് എടുക്കുന്നത്, പലരുടെയും ഫേസ്ബുക്കിലുള്ള പോസ്റ്റ് കണ്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പം അവിടെയൊക്കെ നമ്മളുടെ മനസ്സ് ഒരു സെർട്ടൈനിറ്റി കാണാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സെർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ പലരും പറയുന്ന സമയത്ത് അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ താരിഫിൻ്റെ ഇഷ്യൂസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, ഈ വാർത്തകൾക്കൊക്കെ കുറച്ച് സമയം കൊടുക്കണം. അതങ്ങോട്ട് വികസിക്കട്ടെ, അതിൽ നിന്ന് വ്യക്തത വരട്ടെ. ഇനി ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നോട്ടെ, യുദ്ധങ്ങൾ വന്നോട്ടെ, പാൻഡമിക് വന്നോട്ടെ, സ്കാംസ് വന്നോട്ടെ, നമ്മൾ നോക്കേണ്ടത് ഡാറ്റയാണ്. സെൻസെക്സിൻ്റെ ഡാറ്റ എടുത്ത് നോക്കൂ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഇതിങ്ങനെ മുകളിലോട്ടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുകളിലോട്ടേക്ക് പോയാലും ഡാറ്റ എടുക്കുകയാണെങ്കിൽ സെൻസെക്സ് 12% വളർച്ചയാണ് തരുന്നത്. പക്ഷേ എല്ലാ വർഷവും 12% വളർച്ച ശരാശരി തന്നാലും ഓരോ വർഷവും 10 to 20% താഴോട്ടേക്കും പോകുന്നുണ്ട്. അത് മാർക്കറ്റ് ശ്വാസം എടുക്കുന്ന പോലെയാണ്. അപ്പം പ്രശ്നം എന്താണ്? ഇടിവല്ല. ഇടിവ് എന്തായാലും വരും. ആ ഇടിവിനോടുള്ള നമ്മളുടെ പ്രതികരണമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിനെ പ്രവചിക്കാൻ നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല. മാർക്കറ്റ് ഇന്ന് കയറോ, നാളെ കയറോ, ഇത് കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇറങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ബിക്കോസ് മാർക്കറ്റ് അങ്ങനെയാണ്. അൺസർട്ടനിറ്റി എപ്പോഴും മാർക്കറ്റിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അടുത്തത് എന്ത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഓവർ ദ ഇയർ സെൻസെക്സ് ശരാശരി 12% റിട്ടേൺസ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷവും ഇടിവും സംഭവിച്ചിട്ടുണ്ട്, വലിയ വലിയ ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും സെൻസെക്സ് കയറി പോകുന്നുണ്ട്. അപ്പം അനിശ്ചിതത്വം എന്നും മാർക്കറ്റിൻ്റെ കൂടെയുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ നേരിടുന്നു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അനിശ്ചിതത്വം ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തടസ്സമാവരുത്, മറിച്ച് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണണം. അപ്പോൾ നിങ്ങൾ അനിശ്ചിതത്വത്തിനെ പേടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇത്ര ഓർക്കണ്ടോ, ജീവിതം തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റും. ജീവിതത്തിലും നിങ്ങൾ സെർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങളെ എൻ്റെ ലൈഫിൽ നടക്കുമെന്ന് വിചാരിച്ചിരിക്കുവാണെങ്കിൽ അൺസർട്ടനിറ്റി വരുമ്പോൾ നിങ്ങൾ തകരും. ഓക്കെ, എന്നാണോ അൺസർട്ടനിറ്റിനെ നമ്മൾ എംബ്രേസ് ചെയ്യാൻ പഠിക്കുന്നത്, സ്വീകരിക്കാൻ പഠിക്കുന്നത്, അന്നേ നമ്മൾ ലൈഫിലായാലും ഇൻവെസ്റ്റ്മെൻറ്റിലായാലും രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് ഈ അൺസർട്ടനിറ്റിയാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ ചിന്തിച്ചു തുടങ്ങുക, മൈൻഡ് സെറ്റ് മാറ്റുക. ബിക്കോസ് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ അൺസർട്ടനിറ്റി. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലെ അനിശ്ചിതത്തിനേക്കാളും കുറച്ചും കൂടി നമ്മൾക്ക് തലവേദന ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടിലൂടെയാണ്. എല്ലാ മാസവും SIP ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇടുവാണെങ്കിൽ അത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ നല്ലൊരു ഫണ്ട്, നമ്മൾക്ക് അനുയോജ്യമായിട്ടൊരു ഫണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നാളെ ഈ അൺസർട്ടനിറ്റി ആയിരിക്കും നിങ്ങൾക്ക് വിചാരിക്കാത്ത റിട്ടേൺസും കൊണ്ടുതരിക. അതും അൺസർട്ടനിറ്റിയുടെ ഒരു വലിയൊരു ഔട്ട്കമാണ്. നമ്മൾ വിചാരിക്കാത്ത റിട്ടേൺസും അത് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നമ്മൾക്ക് എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് കൂടാണ്ട് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അലട്ടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഇവോൾവ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.